ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള PSCയുടെ മത്സര പരീക്ഷയിൽ സുപ്രധാനമായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ് കേരള നവോത്ഥാനവും ആനുകാലിക സംഭവങ്ങളും. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പഠിക്കുവാൻ പോകുന്നത്. കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുവാൻ പോകുന്നത്. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏത്? ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏത്? നമുക്ക് ആൻസർ ഒന്ന് പരിശോധിക്കാം. പലമത സാരവുമേഘം എന്നതായിരുന്നു ആ ഗ്രന്ഥത്തിന്റെ പേര്. 1924 ആലുവ സർവമത സമ്മേളനം ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത്. 1924 ഈ സർവമത സമ്മേളനം നടത്തപ്പെട്ടിരുന്നത്. ടി സദാശിവ അയ്യർ ആയിരുന്നു ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ഇദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടെയായിരുന്നു ടി സദാശിവ അയ്യർ. 2023 ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം നമ്മൾ ആചരിച്ചിരുന്നത്. 2023 ആലുവ സർവ സമ്മേളനത്തിന്റെ 100ാം വാർഷികം ആചരിച്ചിരുന്നത്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യമായിരുന്നു വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനും. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനും. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 2020 അദ്ദേഹത്തിന്റെ ജാതിയില്ലാ വിളംബരത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിമ അനാച്ഛാദനം നടന്നത്. അത് എവിടെയായിരുന്നു? അത് തിരുവനന്തപുരം ജില്ലയിലെ ഒബ്സർവേറ്ററി ഹില്ലിലായിരുന്നു. ഒബ്സർവേറ്ററി ഹില്ലായിരുന്നു ഈ പ്രതിമ അനാച്ഛാദനം നടന്നത്. 2020 നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ 100ാം വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ പരിശോധിക്കാം. ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് 2023 അർഹനായത് ആര്? ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് 2023 അർഹനായത് ആര്? നമുക്ക് അദ്ദേഹത്തിന്റെ പേരൊന്ന് പരിശോധിക്കാം. ജി പ്രിയദർശനൻ ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് 2023 അർഹനായത് ജി പ്രിയദർശനൻ ആയിരുന്നു. ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ഒരു അധ്യാപകനാണ്, ഒരു ചരിത്ര പണ്ഡിതൻ കൂടിയാണ് ജി പ്രിയദർശനൻ. ഇനി ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പുരസ്കാരത്തിന്റെ സമ്മാന തുക 1,11,111 രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഓർക്കാൻ വളരെ എളുപ്പമാണ്. 1,11,111 രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം സമ്മാനിക്കുക. ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം 3 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. അടുത്തായി നാരായണ ഗുരുകുലത്തെ സംബന്ധിച്ച ഒരു പ്രസ്താവനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആര്? നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. 1923 നടരാജ ഗുരു നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. നാരായണ ഗുരുകുലത്തിന്റെ വാർത്താ പ്രാധാന്യം എന്തായിരുന്നു? നമ്മൾ കണ്ടു 1923 നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. അതിന്റെ 100ാം വാർഷികമായിരുന്നു 2023. 100ാം വാർഷികം ആചരിച്ചത് 2023 ഇനി നടരാജ ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ നടരാജ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തനായ ശിഷ്യനായിരുന്നു. കേരള നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയായ ഡോക്ടർ പൽപ്പുവിന്റെ മകനും കൂടെയാണ് നടരാജ ഗുരു. അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകളാണ്. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം 2024 എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത്. നമുക്കറിയാം 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അദ്ദേഹം 1924 മെയ് 5 അദ്ദേഹം
സമാധിയാവുന്നത്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിക്കുന്നത്. 1924 മെയ് 5-നായിരുന്നു അദ്ദേഹത്തിന്റെ മഹാസമാധി. ഈ ഓഗസ്റ്റ് 25-ന്റെ പ്രത്യേകത ഇപ്പോൾ നമുക്കറിയാം. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 25-നാണ്. ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ ആചരിച്ചു പോരുന്നു. 2022-ൽ ചട്ടമ്പി സ്വാമികളുടെ പേരിൽ ഒരു ക്ഷേത്രം നിലവിൽ വന്നിരുന്നു. ആ ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലായിരുന്നു ആ ക്ഷേത്രം നിലവിൽ വന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടെയായ കണ്ണമ്മൂലയിലായിരുന്നു 2022-ൽ അദ്ദേഹത്തിന്റെ പേരിൽ ക്ഷേത്രം നിലവിൽ വന്നത്. അടുത്തായി കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ അയ്യങ്കാളിയെ സംബന്ധിക്കുന്ന കുറച്ച് വസ്തുക്കൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഊരൂട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര്. എന്താണ് ഊരൂട്ടമ്പലം സ്കൂളിന്റെ പ്രത്യേകത? അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന കുട്ടിക്ക് അധ്യയനം നൽകിയതുമായി ബന്ധപ്പെട്ട് സവർണ മേലാളന്മാർ ആ സ്കൂൾ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് 1915-ൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള, പുലേ ലഹള എന്ന് തുടങ്ങിയ ലഹളകൾ നടത്തപ്പെട്ടത് 1915-ൽ ഈ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. 2019-20 കാലഘട്ടത്തിലെ കേരള സംസ്ഥാന ബഡ്ജറ്റിന്റെ കവർ ചിത്രവും അയ്യങ്കാളിയും പഞ്ചമിയും ആയിരുന്നു. 2019-20 കേരള ബഡ്ജറ്റിന്റെ കവർ ചിത്രം അയ്യങ്കാളിയും പഞ്ചമിയും ആയിരുന്നു. കേരളത്തിലെ അർബൻ തൊഴിലുറപ്പ് പദ്ധതി, കേരള നഗര തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കേരള അർബൻ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ പേരിലായിരുന്നു. അയ്യങ്കാളിയെ പറ്റിയുള്ള മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ 2019-ൽ VJT ഹാൾ, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന VJT ഹാൾ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നറിയപ്പെടുന്ന VJT ഹാളിന്റെ പേര് അയ്യങ്കാളിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യുകയുണ്ടായിരുന്നു. അത് 2019-ലായിരുന്നു VJT ഹാളിന്റെ പേര് പുനർനാമകരണം ചെയ്ത് അയ്യങ്കാളിയുടെ പേരിൽ ആക്കിയത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024-ൽ 150-ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2024-ൽ 150-ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം കൊല്ലപ്പെടുന്നത് 1874-ലാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് 1874-ൽ കായംകുളം കായലിൽ ഒരു തോണി യാത്രക്കിടയിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1825-ലാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിക്കുന്നത് 1825-ൽ. ഈ വിവരങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വസ്തുതയാണ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023-ൽ നേടിയത്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023-ൽ നേടിയത് ഗോകുലം ഗോപാലനാണ്. ഗോകുലം ഗോപാലനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023-ന് അർഹനായത്. ഇദ്ദേഹം ഒരു വ്യവസായിയാണ്, സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. ഈ പുരസ്കാരത്തെ പറ്റി പറയുമ്പോൾ 2024-ൽ ഈ പുരസ്കാരം നേടിയത് പുനലൂർ സോമരാജനാണ് ഈ പുരസ്കാരം 2024-ൽ ലഭിച്ചത്. പത്തനാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് പുനലൂർ സോമരാജൻ. അതുപോലെ തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു 19-ാം നൂറ്റാണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ഗോകുലം ഗോപാലനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. 19-ാം നൂറ്റാണ്ടിന്റെ നിർമ്മാതാവ് 2023-ലെ പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര ജേതാവായിരുന്ന ഗോകുലം ഗോപാലനാണ് 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ നിർമ്മിച്ചത്. ഇതിന്റെ സംവിധായകൻ വിനയനാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. അതുപോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കരായി വേഷമിട്ടത്, ആറാട്ടുപുഴ വേലായുധ പണിക്കരായി അഭിനയിച്ചത് സിജു വിൽസൺ എന്ന് പറയുന്ന നടനായിരുന്നു. സിജു വിൽസൺ ആയിരുന്നു വേലായുധ പണിക്കരുടെ ജീവിതം പ്രമേയമായ ചിത്രത്തിൽ നായകനായിരുന്നത്. അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2024-ൽ ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രം. 2024-ൽ ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രമാണ് അൽ അമീൻ ആണ് 2024-ൽ ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രം. ആരായിരുന്നു അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആയിരുന്നു 1924-ൽ അൽ അമീൻ പത്രം ആരംഭിച്ചത്. ആരംഭിക്കുമ്പോൾ
ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. 1930 ഈ പത്രം ദിനപത്രമായി പുറത്തിറങ്ങിയത്. 1930 പത്രം ദിനപത്രമായി പുറത്തിറങ്ങിയത്. അടുത്തതായി കുമാരനാശാനെ സംബന്ധിക്കുന്ന കുറച്ച് വസ്തുക്കൾ നമുക്കൊന്ന് പരിശോധിക്കാം. കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആചരിച്ചത് 2024 കുമാരനാശാന്റെ 100ാം ചരമവാർഷികം ആചരിച്ചത്. അതുപോലെ തന്നെ കുമാരനാശാന്റെ 150ാം ജന്മവാർഷികം ആചരിച്ചത് 2023 2023 അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷികം ആചരിക്കുന്നത്. 1873 അദ്ദേഹം ജനിക്കുന്നത്. 1873 അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ 1924 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഒരു ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1924 അദ്ദേഹം മരണപ്പെടുന്നത്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമായ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഈ ചിത്രം സംവിധാനം ചെയ്തത് KP കുമാരൻ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2021 JC ഡാനിയൽ അവാർഡ് ജേതാവ് കൂടെയായിരുന്നു KP കുമാരൻ. 2021 JC ഡാനിയൽ അവാർഡ് ജേതാവ് കൂടിയായിരുന്നു KP കുമാരൻ. ഈ ചലച്ചിത്രത്തിൽ കുമാരനാശാനെ അവതരിപ്പിച്ചത് ശ്രീവത്സൻ J മേനോൻ എന്ന് പറയുന്ന പ്രശസ്ത ഗായകനായിരുന്നു. ഈ ചിത്രത്തിൽ കുമാരനാശാനായി വേഷമിട്ടത് ശ്രീവത്സൻ J മേനോൻ ആയിരുന്നു. അടുത്തായി നമ്മൾ നോക്കുവാൻ പോകുന്നത് തോൾശീലൈ പോരാട്ടം, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹളയുടെ 200ാം വാർഷികാചരണത്തിന് വേദിയായത്. തോൾശീലൈ പോരാട്ടം, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹളയുടെ 200ാം വാർഷികാചരണത്തിന് വേദിയായത് നാഗർകോവിലായിരുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു. 2023 ഈ വാർഷികാചരണം സംഘടിപ്പിക്കപ്പെട്ടത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഈ വാർഷികാചരണത്തിന് പങ്കെടുത്തിരുന്നു. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിക്കപ്പെട്ടത്. 1924 മുതൽ 1925 വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. 1924 മുതൽ 1925 വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് സാമൂഹിക പ്രവർത്തകർക്ക് വൈക്കം അവാർഡ് എന്ന പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ്? സാമൂഹിക പ്രവർത്തകർക്ക് വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയത് തമിഴ്നാടാണ്. തമിഴ്നാട് സർക്കാരാണ് വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയത്. സെപ്റ്റംബർ 17 ഈ അവാർഡ് നൽകുന്നത്. എന്താണ് സെപ്റ്റംബർ 17 പ്രത്യേകത? പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 പെരിയോർ രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം. തമിഴ്നാട്ടിൽ ഈ ദിവസം സോഷ്യൽ ജസ്റ്റിസ് ഡേ, സാമൂഹ്യ നീതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സാമൂഹ്യ നീതി ദിനമായിട്ട് ആചരിക്കുന്ന സെപ്റ്റംബർ 17 വൈക്കം അവാർഡ് സമ്മാനിക്കുന്നത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ടാലന്റ് അക്കാദമിയുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.